ഇറാനുമായുള്ള യുദ്ധം രൂക്ഷമാവുകയും അതിന്റെ ഫലമായുണ്ടായ ഊർജ പ്രതിസന്ധികൾക്കിടയിൽ റഷ്യൻ എണ്ണയും പെട്രോളിയം ഉൽപ്പന്നങ്ങളും വാങ്ങാൻ അനുവദിക്കാനുള്ള US തീരുമാനത്തെ സ്വാഗതം ചെയ്ത റഷ്യ തങ്ങളുടെ എണ്ണയില്ലാതെ ആഗോള ഊർജ വിപണിയെ സ്ഥിരപ്പെടുത്തുന്നത് അസാധ്യമാണെന്ന് റഷ്യ വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ട്. ലോകം നിലവിൽ കടുത്ത ഊർജ പ്രതിസന്ധി നേരിടുകയാണെന്നും ഗണ്യമായ അളവിൽ റഷ്യൻ എണ്ണയില്ലാതെ വിപണി സ്ഥിരപ്പെടുത്തുക അസാധ്യമാണെന്നും ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് വെള്ളിയാഴ്ച മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. ഗണ്യമായ അളവിൽ റഷ്യൻ എണ്ണയില്ലാതെ വിപണി സ്ഥിരപ്പെടുത്തുക അസാധ്യമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഊർജ വിപണികളെ സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നതായി ഞങ്ങൾ കാണുന്നു. ഈ വിഷയത്തിൽ ഞങ്ങളുടെ താൽപര്യങ്ങളും അവരുടേതുമായ പൊരുത്തപ്പെടുന്നു, അദ്ദേഹം പറഞ്ഞു. കൂടാതെ ഇറാൻ പ്രതിസന്ധി ഉക്രൈൻ സമാധാന ചർച്ചകളിലുള്ള അമേരിക്കയുടെ താൽപര്യം കുറയ്ക്കുമെന്നും വിശ്വസിക്കുന്നില്ലെന്നും റഷ്യ പറയുന്നു. ഇറാൻ പ്രതിസന്ധി ഉക്രൈനിലെ സമാധാനത്തിന് മധ്യസ്ഥത വഹിക്കുന്നതിലുള്ള അമേരിക്കയുടെ താൽപര്യം കുറയ്ക്കുമെന്നും റഷ്യയ്ക്ക് ഇപ്പോൾ ആശങ്കയില്ലെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു. കടലിൽ കുടുങ്ങിക്കിടക്കുന്ന റഷ്യൻ എണ്ണയും പെട്രോളിയം ഉൽപ്പന്നങ്ങളും വാങ്ങാൻ US ഭരണകൂടം രാജ്യങ്ങൾക്ക് 30 ദിവസത്തെ പ്രത്യേക ലൈസൻസ് നൽകിയ സമയത്താണ് റഷ്യയുടെ ഈ പ്രസ്താവന വന്നിരിക്കുന്നത്. ആഗോള ഊർജ്ജ വിപണിയിലെ കടുത്ത പ്രതിസന്ധികൾക്കിടയിലുള്ള ഒരു പ്രധാന ആശ്വാസ നടപടിയാണ് US നീക്കത്തെ കാണുന്നത്. ആഗോള ഊർജ്ജ വിപണിയെ സ്ഥിരപ്പെടുത്തുന്നതിനും എണ്ണവിലയിലെ പെട്ടെന്നുള്ള വർധനവ് നിയന്ത്രിക്കുന്നതിനുമാണ് ഈ തീരുമാനമെടുത്തതെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞു. അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 കടന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനമെടുത്തതെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പറഞ്ഞു. ഇത് ഏകദേശം 4 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. ഈ താൽക്കാലിക അനുമതി റഷ്യൻ സർക്കാരിന് കാര്യമായ സാമ്പത്തിക നേട്ടമൊന്നും നൽകില്ലെന്നും ബെസന്റ് വ്യക്തമാക്കി. ഇറാനെതിരായ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങളും തുടർന്നുള്ള ടെഹ്റാന്റെ പ്രതികരണവും മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ രൂക്ഷമാക്കി. ലോകത്തിലെ എണ്ണ വാതക വിതരണത്തിനുള്ള സുപ്രധാന പാതയായ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള സമുദ്ര വ്യാപാരത്തെ ഈ സംഘർഷം നേരിട്ട് ബാധിച്ചു. അതേസമയം മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ ആഘാതം ഇപ്പോൾ ആഗോള എണ്ണ വിപണിയിൽ വ്യക്തമായി കാണാം. ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി കാരണം തുടർച്ചയായ അസംസ്കൃത എണ്ണ കയറ്റുമതി ഉറപ്പാക്കാൻ സൗദി അറേബ്യ ഒരു പുതിയ തന്ത്രം സ്വീകരിച്ചിരിക്കുകയാണ്. ഈ തന്ത്രത്തിന്റെ ഭാഗമായി രാജ്യത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ ബഹ്രി ധാരാളം എണ്ണ ടാങ്കറുകൾ ചാർട്ടർ ചെയ്യാൻ തുടങ്ങി. റിപ്പോർട്ടുകൾ പ്രകാരം കമ്പനി അടുത്തിടെ കുറഞ്ഞത് 6 വലിയ ക്രൂഡ് ഓയിൽ ടാങ്കറുകളെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യയിലെ പടിഞ്ഞാറൻ തുറമുഖമായ യാൻബുവിൽ നിന്നും മറ്റ് വിപണികളിലേക്ക് ക്രൂഡ് ഓയിൽ കൊണ്ടുപോകുന്നതിനാണ് ഈ കപ്പലുകൾ ഉപയോഗിക്കുക. ടാങ്കർ വാങ്ങലുകൾ കൂടുതൽ വലുതായിരിക്കുമെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ ഇടപാടുകൾ ഉയർന്നു വന്നേക്കാമെന്നും സമുദ്ര വിദഗ്ധർ പറയുന്നു. വാസ്തവത്തിൽ യുദ്ധം ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ നീക്കം ഏതാണ്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. ബ്ലൂംബെർഗ് റിപ്പോർട്ട് അനുസരിച്ച് സൗദി അറേബ്യ ഇപ്പോൾ ചെങ്കടലിലേക്കുള്ള എണ്ണ കയറ്റുമതി ഒരു ആന്തരിക പൈപ്പ് ലൈൻ വഴി തിരിച്ചുവിടാനും അവിടെ നിന്ന് കയറ്റുമതി അയക്കാനും ശ്രമിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.